നമുക്കറിയാം ഇന്റർനെറ്റിൽ ഡെയിലി വളരെ രസകരമായ കുറേ സംഭവങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറെ അടിപൊളി സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കാണാനായി ഇനി ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കിവിടെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്ത് മഴയൊക്കെ പെയ്ത് നല്ല വൈബായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു വൈബിൽ ഇവന്മാർ രണ്ടാളും വെള്ളത്തിൽ ചാടി അർമാദിക്കാൻ പോവുകയാണ്. മറ്റവന് ചാടി ഇറങ്ങുന്നതിനേക്കാളും ഇഷ്ടം സ്ലൈഡ് ചെയ്തിറങ്ങുന്നതായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അഭ്യാസങ്ങളെ. നമുക്കറിയാം ഈ മാസം സ്കൂളുകളൊക്കെ തുറന്നു. പുതിയ കുറെ കുട്ടികൾ സ്കൂളുകളിൽ ചേർന്നു. അവർക്കൊക്കെ വേണ്ടി എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവങ്ങളും നടന്നു. അപ്പൊ ആ പ്രവേശനോത്സവങ്ങളോടുള്ള കുട്ടികളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ഒരാള് പൊട്ടനായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. അമ്പട കേമാ സണ്ണിക്കുട്ട. അപ്പൊ നമുക്കറിയാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയ തിയേറ്ററിൽ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് പലരും ഉണ്ടാവും. അങ്ങനെ അതിനുവേണ്ടി വന്ന ഈ ചേട്ടൻ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് മലയാളിയാണെന്ന് വിചാരിച്ചത് മൈക്ക് നീട്ടി വെച്ച് കൊടുത്തത് ഒരു ഹിന്ദിക്കാരൻ ചേട്ടനും. ഊതടാ എടാ വലിച്ചൂതടാ സാറേ, ഇവൻ കാലത്തെ ഫിറ്റാ. പാവം പുള്ളി കേരളത്തിലെ തിയേറ്ററിലൊക്കെ ആദ്യമായിട്ട് കയറുകയല്ലേ. അപ്പൊ ചിലപ്പോ ഇവിടെയൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും ഇതെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും. അപ്പൊ എത്ര നന്നായിട്ട് വണ്ടി എടുക്കുന്നവരാണെങ്കിലും വല്ലപ്പോഴും ഒരു ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഒരുപാടുണ്ട്, ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. അങ്ങനെ കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് വളരെ വ്യത്യസ്തമായ ടാലന്റ് ഉള്ള ഒരു ചേട്ടനെ കാണാം. പട്ടികളുടെ പുതിയ ഐറ്റമാണ് ആൾക്കാരെ പറ്റിക്കൽ. വിത്തൗട്ട് കപ്പലണ്ടി, അതിമാരകമായ കപ്പലണ്ടി ആക്ടിങ്. ഓക്കെ, അപ്പൊ ആ സ്പെഷ്യൽ ടാലന്റ് ഒക്കെ നിങ്ങൾ കണ്ടു. ഇനി ആ ടാലന്റ് ലൈവ് ഓൺ ആക്ഷനിൽ കാണണ്ടേ? കണ്ടോ? ടാർഗറ്റ് ആസിഫ് കൊള്ളക്കാരൻ. ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒക്കേഷണൽ സിംഗേഴ്സ് ആയിരിക്കും. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ സിംഗേഴ്സായി മാറും. അതായത് അവർ അങ്ങനെ സ്വാഭാവികമായി പാട്ട് പാടുന്നവരായിരിക്കില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പാട്ട് പാടും. ചിലപ്പോൾ അത് ബാത്റൂമിൽ വെച്ച് പാട്ട് പാടുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്ക് പാട്ട് പാടുന്നവരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പാട്ട് പാടുന്നവരാകാം. ഈ ചേച്ചി അതിൽപ്പെട്ട ഒരാളാണ്. എന്തൊരു പാട്ടായത്! ഇവിടെ ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ അവന് വളരെ മെമ്മറബിൾ ആയ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെ ഈ വരന്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അവന് വേണ്ടി റെഡിയാക്കിയ ഒരു ഗിഫ്റ്റാണിത്. ഏതായാലും ഏതോ കാലത്ത് മൺമറഞ്ഞു പോയി എന്ന് വിചാരിച്ച ആ വീഡിയോമാര് കുത്തിപ്പോക്കി കൊണ്ടുവന്ന് അത് ഗിഫ്റ്റായി കൊടുത്തതിൽ ആ വരന് അതിയായ സന്തോഷമുണ്ടെന്ന റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവന്മാരോട് എന്തൊക്കെയോ കാര്യമായ സ്റ്റണ്ട് പെർഫോം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്.
അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നോർമൽ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുഡ് ആ ടേബിളിൽ വെച്ചിട്ട് മാന്യമായി കുനിഞ്ഞു നിന്ന ഫോൺ എടുക്കാം. ഇനി ജഗജാല കില്ലാടി ആയവർ എങ്ങനെയാണ് ആ ഫോൺ എടുക്കുക എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടൊരു ന്യൂസാണിത്. ഭാര്യയെ ഞെരിച്ചു കൊന്ന യുവാവിനെ കാമുകിയുടെ ഭർത്താവ് കൊലപ്പെടുത്തി. അപ്പൊ എന്തായാലും ഇത് വായിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാകാത്ത സ്ഥിതിക്ക് ഞാൻ ബാക്കിയുള്ളവരുടെ സഹായം തേടി. അപ്പൊ ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്ത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അതായത് നീ ഭാര്യനെ ആര് കൊന്നു? യുവാവ് കൊന്നു. ആ യുവാവാണ് കാമുകിയുടെ ഭർത്താവ്. അപ്പൊ കാമുകി കൊന്നു, മരിച്ചു. ഭാര്യ മരിച്ചു കൊന്ന യുവാവിനെ കാമുകിയുടെ ഭർത്താവ് കൊലപ്പെടുത്തി. ഭാര്യ അപ്പൊ അവർക്കും പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് കമന്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് സഹായിക്കുക. വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അതൊരു നാട്ടു നടപ്പനുസരിച്ച് ഈ ബാക്കിയുള്ളവരെ വിളിച്ചിരുത്തി എന്നെ ഊക്കിക്കോ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളുകളായി ഈ ഇന്റർവ്യൂവിലെ ആംഗിൾസ് മാറിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഉദാഹരണം. ഡയമണ്ട്സ് ആണെങ്കിൽ നമുക്കത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കുള്ള ഡയമണ്ട്? ആ അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ ലൈവ് കഴിയുമ്പോൾ മാല പണിഞ്ഞിട്ടിട്ട് ഇറങ്ങി. നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ കല്യാണം കഴിച്ച? ഞങ്ങൾ സാധാ എല്ലാരും കല്യാണം കഴിക്കും. കാര്യമായിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്തോ വലിയ ട്രിക്ക് ഷോട്ടൊക്കെ അടിക്കാൻ പോവാണെന്ന് തോന്നുന്നു. എന്താവുമെന്ന് നോക്കാം. സ്ത്രീധനത്തെ പറ്റിയുള്ള യുവാവിന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. സ്ത്രീധനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാങ്ങുന്നത് നല്ലതാണോ? ആൾക്കാരില്ല കേട്ടോ. ഞാൻ ചെയ്യാം. ഞാനെ കൊടുക്കലും മേടിക്കല്. ഞാൻ ആവുമ്പോ ഞാൻ പറയാം. അപ്പൊ കല്യാണം കഴിക്കുന്നില്ല? ആ കല്യാണം കേൾക്കുമ്പോ പറഞ്ഞ പോരെ. ഇപ്പൊ അറിയില്ലല്ലോ. ഞാൻ പഠിക്കട്ടെ, എനിക്ക് ടെൻഷൻ. ഇതിപ്പോ അകലം കൂടിപ്പോയി. കുറച്ചുകൂടി എടുത്തതാണെങ്കിൽ എന്തായാലും പുള്ളി എല്ലാതും അടിച്ചിട്ടേനെ. ഇനി നമുക്ക് ഒരു കാലത്ത് ഐൻസ്റ്റീനെ വരെ വട്ടം കറക്കിയ വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേൾക്കാം. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. എന്റെ ചോദ്യം എന്തെന്ന് പറഞ്ഞാല്, നിർത്തിയ ബസ് ഓടുന്നില്ല എന്തുകൊണ്ടെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഇവർക്ക് ഉത്തരം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞ് തയ്യാറില്ലാന്ന്. അതല്ല, ബസ് നിർത്തിയത് കൊണ്ടാണ് ഓടാത്തത്. ഓക്കെ, ഓഹോ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു എന്ന് പറയുന്ന ഡയലോഗിന് വളരെ സൂട്ടബിൾ ആയ ഒരു സന്ദർഭം. ഇതിപ്പോ ചോദ്യം ചോദിച്ചവനും കൊള്ളാം, ഉത്തരം പറഞ്ഞവനും കൊള്ളാം. അടുത്തതായി ഒരു സീബർ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ അപൂർവമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. എന്റെ മോടെ പിറന്നാള് വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. ഒന്ന് വിളിച്ച് ആരെങ്കിലും ഇതിന് ഒന്ന് വിളിക്ക്. ഗോ ഗോ അങ്ങനെ നന്നായ കണ്ടാ തന്നെ അറിയാം എന്തൊരു നിഷ്കളങ്കനാണ്. ഇതിനൊക്കെ കണ്ടിട്ട് പേടിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സായിരുന്നു? ചെയ്യാൻ ഉള്ള അവസ്ഥ അല്ല, പറ്റുന്ന സാഹചര്യമല്ല. നിങ്ങളെ വക ചെയ്തു തരുമോ? വീട്ടില് വൈഫൈ ഉണ്ട്. വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് കോൾസ് മാത്രം കിട്ടാൻ 155 ചെയ്താൽ നമുക്ക് ഒരു മാസം ഔട്ട് ഗോയിങ്ങും
2 മാസം ഇൻകമിങ്ങും കിട്ടുമല്ലോ. 155ന്റെ ചെറിയ പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയാനായിരുന്നു കേട്ടോ. അല്ല ഇൻകമിംഗ് കോളേ അല്ലേ? ആ ഇൻകമിംഗ് കോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇന്ന്. ഇന്നോ? ആ വെറുതെ എന്നാ കഴിഞ്ഞ ആഴ്ച ആരോ വിളിച്ചാണ് പറഞ്ഞു നാളെ ട്രാൻസ്ലേറ്റ് പറഞ്ഞു. ഇപ്പൊ എത്ര മാനം കോൾ വന്നു? അത് നമുക്കൊരു ആഴ്ച മുമ്പ് തന്നെ നമുക്കത് കോളിൽ ലിസ്റ്റിൽ വരും. അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറച്ച് ദിവസം മുമ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോ നമുക്ക് കസ്റ്റമർ ഒന്നും കൂടി നമ്പർ ഷെയർ ചെയ്യും. അപ്പൊ നാളെ രാത്രി 12 മണിക്കുള്ളിൽ സെർവ് ചെയ്യാനുള്ളതുണ്ട്. നാളെ രാത്രി 12 മണിക്കുള്ളിൽ ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.